നമസ്കാരം. 26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഭാരതം നൽകിയത്. ആണവായുധ ഭീഷണി പോലും മുഴക്കിയിരുന്ന പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ ഭയപ്പെട്ട് ഒടുവിൽ വെടിനിർത്തലിന് അപേക്ഷയുമായി മുന്നോട്ട് വരികയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും തങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചിരുന്നില്ല. ഇന്ത്യയിൽ കനത്ത ആക്രമണം നടത്തിയെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയായിരുന്നു പാക് സർക്കാരും പാക് മാധ്യമങ്ങളും. ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും വനിതാ പൈലറ്റിനെ പിടികൂടിയെന്ന് പോലും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. യാതൊരു തെളിവുകളും ഇല്ലാതെയായിരുന്നു ഈ വീമ്പിളക്കൽ. മറുവശത്ത് പാകിസ്ഥാന് കൊടുത്ത ചുട്ട അടികൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വിവരങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ആഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാന് ഏറ്റ തിരിച്ചടി അംഗീകരിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങളുടെ എയർബേസുകൾ തകർത്തു തരിപ്പണമാക്കിയെന്നും ഷഹബാസ് ഷെരീഫ് തുറന്ന് സമ്മതിച്ചു. അസർബൈജാനിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ. മെയ് 10 പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും അസർബൈജാനിൽ വെച്ച് ഷഹബാസ് ഷെരീഫ് തുറന്നു പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ദീർഘദൂര സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ പാകിസ്ഥാനിലെ നിരവധി പ്രവിശ്യകളിലായി ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി. തങ്ങളുടെ എയർബേസുകൾ പോലും അവർ തകർത്തു തരിപ്പണമാക്കിയെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം പുലർച്ചെ 4:30 ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ പാക് സായുധസേന സജ്ജരായിരുന്നു. എന്നാൽ ആ സമയം എത്തുന്നതിന് മുൻപ് തന്നെ റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെ ഇന്ത്യ വ്യോമാക്രമണത്തിൽ തകർത്തു എന്നായിരുന്നു അസർബൈജാനിൽ നടന്ന പരിപാടിയിൽ പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.